എനിക്കറിയില്ല അൻവർ എന്താ ഇങ്ങനെ പെരുമാറാൻ കാര്യം. അദ്ദേഹത്തിൻ്റെ ഷാജൻ സ്കറിയയുമായിട്ടുള്ള യുദ്ധം ഒക്കെ ഞാൻ കണ്ടു. അത് ഒരുപാട് അവർ തമ്മിലുള്ള ഇഷ്യൂസ്, ചെസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. അപ്പോഴൊക്കെ ശരി, അത് ഒരാൾ ഇയാളെ എതിർക്കുന്നവനെ ഇയാളും എതിർക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വിട്ടു. ബട്ട് ഇപ്പോൾ ഈ പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിയ ആൾ പിണറായി വിജയന് എംബറാസ്മെൻ്റ് ഉണ്ടാക്കുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. പി ശശിക്കെതിരെയും ആരോപണം ഉണ്ടല്ലോ പിണറായി വിജയൻ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് പിണറായിക്ക് എതിരെ എന്നുള്ളൊരു ആരോപണമായി. അതെ അതെ ആണല്ലോ. ഈ ആഭ്യന്തര വകുപ്പിൽ ADGP എന്ന് പറഞ്ഞാൽ DGP തൊട്ട് താഴെയുള്ള ആളാണല്ലോ ADGP. MR അജിത് കുമാർ ഈസ് നോട്ട് എ സ്മോൾ മാൻ. വെൻ യു അറ്റാക്ക് ഹിം യു ആർ അറ്റാക്കിംഗ് ദ ഹോം മിനിസ്റ്റർ. PV അൻവറിന് MR അജിത് കുമാറിനെ നേരിട്ട് വിളിക്കാം, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. PV അൻവർ പറയുന്നു അദ്ദേഹം സ്ഥലം മേടിച്ചു കവടിയാറിൽ. മേടിച്ചു, TV-കാരൊക്കെ കാണിച്ചു, ഞാനും ഒക്കെ കണ്ടതാണ്. ആ പ്രോപ്പർട്ടി ഓണർ MR അജിത് കുമാർ IPS എന്ന് എഴുതിയിരിക്കുന്നു. അതെന്തെങ്കിലും കള്ളത്തരമുള്ള ആരെങ്കിലും പേരെഴുതി വയ്ക്കുമോ? മോഷ്ടിച്ച മുതൽ എന്ന് പറഞ്ഞ് ആരെങ്കിലും എഴുതി വയ്ക്കുമോ? അപ്പോൾ അത് ജെനുവിനാണ് എന്ന്. MR അജിത് കുമാറും IPS കിട്ടിയ ഒരു പോലീസുകാരനാണ്. അങ്ങേരുടെ തലയിലും കളിമണ്ണൊന്നുമല്ല. അത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ MR അജിത് കുമാറിൻ്റെ വക്കാലത്തെടുത്തിട്ടുമല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് സാമാന്യ ബുദ്ധിക്ക് ഞാൻ പറയുകയാണ്, ഈ റേസ് ചെയ്ത പോയിൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അൻവർ സ്വന്തം ക്രെഡിബിലിറ്റി അല്പം കുറച്ചു എന്നും MR അജിത് കുമാറിന് നിഷ്കളങ്കനായിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു വഴി ഒരുങ്ങി എന്ന് ഞാൻ. കാരണം ഈ പറഞ്ഞ തെളിവുകളൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ ആകെ ഉള്ളത്, ഈ ഫോൺ സംഭാഷണങ്ങളാണ്. ഈ ഫോൺ സംഭാഷണം വെച്ചിട്ട് ഒരാളെ നിങ്ങൾക്ക് ശിക്ഷിക്കാനോ ഒന്നിനും പറ്റില്ല. മറ്റെല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അഡീഷണലായിട്ട് ഇതും എടുക്കാം. ഇപ്പോൾ BNS വന്നതോടെ പ്രൈമറി എവിഡൻസായിട്ട് ഫോൺ സംഭാഷണം എടുക്കും. നേരത്തെ സെക്കൻഡറി സപ്പോർട്ടിങ് എവിഡൻസ് ആയിരുന്നു, ഇപ്പോൾ പ്രൈമറി എവിഡൻസാണ്. ബട്ട് ഒരു പ്രൈമറി എവിഡൻസ് മാത്രമേ നിങ്ങളുടെ ഉള്ളൂ. അത് ഈ സംസാരിച്ച ആൾ ഡിസോൺ ചെയ്യുകയാണെന്ന് വെച്ചോ, യെസ് ഐ മെയ്ഡ് എ ഫുൾ സ്റ്റേറ്റ്, ഞാൻ ഇത്ര ഗൗരവമൊന്നും കൊടുത്തില്ല. അല്ല, നിങ്ങൾ ADGPയെ പറ്റി പറഞ്ഞ് അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞില്ലേ സാർ, പുള്ളി എന്നെ ഒന്ന് കൊച്ചാക്കി സംസാരിച്ചു, എനിക്ക് ദേഷ്യം വന്നു, ഞാനിത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാനങ്ങ് പറഞ്ഞു. ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സോ ഹി ഹാസ് നോട്ട് മെയ്ഡ് എനി സീരിയസ് അലിഗേഷൻസ്. പിന്നെ TV-കാർക്ക് ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി ഇട്ട് 3-4 ദിവസമായി കളിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ കിട്ടി PV അൻവർ എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ അൻവർ എന്തെങ്കിലും ഒരു കാര്യസാധ്യം ഇതിലൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻവറിനെ അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്. അൻവറിനെ സഹായിക്കാൻ KT ജലീൽ ഇറങ്ങി, റസാഖ് ഇറങ്ങി, മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തുടക്കമാണിത്. കാരണം P ശശിയെ ഹിറ്റ് ചെയ്യുക, പിണറായി ദുർബലനായ പിണറായി അല്ലെങ്കിൽ തന്നെ വൃദ്ധനായി. അപ്പോൾ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പെല്ലാം കൂടെ ചേർന്നിട്ട് ഇനിയിപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയും. ഇവരുടെ പവർ കാണുമ്പോൾ, അതായത് ADGP അജിത് കുമാറിനെ തെറിപ്പിക്കാനുള്ള സാമർഥ്യം, SP-മാരെ മുഴുവൻ അവരെ റെക്കോർഡിൽ എടുത്തിട്ട് അവരെ എല്ലാം പരിഭ്രമിപ്പിക്കുന്ന സാമർഥ്യം, ഇതെല്ലാമുള്ള വലിയൊരു ഗാങ്ങാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അവർ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. അവർക്ക് പ്രിയപ്പെട്ട ആൾ മുഹമ്മദ് റിയാസാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് തീരുമാനിക്കാനാണെന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റെൻഡഡ് കോൺസ്പിറസി തിയറികൾ ഒരുപാട് കടന്ന് കളിക്കുന്നുണ്ട് ഇതിൻ്റെ നടുക്ക്. ഒരുപക്ഷെ അത് സത്യവുമാകാം. കാരണം ഈ പറയുമ്പോൾ നോക്കി കറക്റ്റായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് പറയും. ഈ സത്യാവസ്ഥ ആർക്കറിയാം. ഏതായാലും നല്ലൊരു ഒരു കെട്ടുകാഴ്ച അൻവർ നടത്തി. അതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കും. സാധാരണ മനുഷ്യർ ഇതിന് ധൈര്യപ്പെടാറില്ല. എനിക്ക് തോന്നുന്നത് ഈ പിണറായിയെ അങ്ങോട്ട് പോയി കണ്ടതാണോ അതോ പിണറായി അൻവറിനെ വിളിച്ചു വരുത്തിയിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതാണോ? രണ്ടും ആകാം. കാരണം അൻവറിന് വേണമെങ്കിൽ ഇത് പബ്ലിക്കിൽ പോകാതെ, ഇത് പാർട്ടിക്ക് തന്നെ ക്ഷീണം സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. അവനവനും ക്ഷീണം, അൻവറിനും ക്ഷീണം ഒരാളുടെ ഇത് റെക്കോർഡ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ രഹസ്യമായിട്ട് തന്നെ പിണറായിയെ കണ്ടിട്ട് സാറ് ഈ വോയിസ് ക്ലിപ്പ് കേൾക്ക്, കണ്ടോ എന്തൊക്കെയാണ് അയാൾ പറയുന്നത്, ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാം, ഇതൊക്കെയാണ് MR അജിത് കുമാർ ചെയ്യുന്നത് എന്ന് പറയാനുള്ളൊരു സൗകര്യം PV അൻവറിന് കിട്ടിയില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. എന്നിട്ടും പിണറായി ആക്ട് ചെയ്തില്ല. അണ്ടർ ഡ്യൂറസ് ബൈ പി ശശിയുടെ നിർബന്ധം, അത് ചെയ്യരുത് സഖാവ് അജയ്കുമാർ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ട് തടയുന്നു ഒക്കെ ആണെങ്കിൽ
പിന്നെ നിങ്ങൾ പബ്ലിക്കിൽ പോകുന്നത് മനസ്സിലാക്കാം. ഇത് ആദ്യം തന്നെ പബ്ലിക്കിൽ പോയി എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തോ അർത്ഥങ്ങളുണ്ട്. അവിടെയാണ് ഈ വേണ്ടാത്ത അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മതം വെച്ച് മറ്റത് വെച്ചൊക്കെയുള്ള കളികൾ. അത് നോക്കുമ്പോൾ അതും ശരിയാണ് എന്ന് തോന്നും. ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ആൾക്കാർ, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർ, അവരാരും CPM MLA-മാരല്ല, എന്നാൽ CPM-ൻ്റെ പിന്തുണയിൽ ജയിച്ചു വന്നവരാണ്. KT ജലീൽ പഴയ സിമിക്കാരനാണ്. അങ്ങനെയുള്ള കണക്ഷൻസ്, എല്ലാവരും നല്ല കാശുകാരാണ്. ഇതൊക്കെയുള്ളൂ. അപ്പം ആ സ്റ്റോറിയും പോസിബിളാണ് എന്ന് പറയാം.